വന്ദേമാതരം നിർബന്ധമാക്കുകയാണ്. അല്ല, നേരത്തെ അതിനെ സംബന്ധിച്ചൊരു വിവാദം മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി ആ ഗാനത്തോട് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചേൽപ്പിക്കുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. ദേശീയ നേതാക്കന്മാരൊക്കെ മുൻകാലങ്ങളിൽ ഈ ഗാനത്തോട് കാണിച്ച സമീപനം മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ഏകദൈവ വിശ്വാസികൾക്ക് വിശ്വാസപരമായത് ബാധിക്കുന്ന കാരണത്താൽ അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾക്ക് വി.പി. സിംഗ് മുഖ്യമന്ത്രിയായ സമയത്ത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത്തരമൊരു നിർബന്ധം അതിൽ വരുത്തേണ്ടതില്ല എന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ് എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് വന്ദേ മാതരം. അമ്മേ ദേവി എന്ന് പറഞ്ഞു ഭാരത മാതാവിനെ ദേവിയായി സങ്കല്പിച്ച് അതിന് സർവസ്വം സമർപ്പിക്കുന്ന ആരാധന പൂജയുടെ ഒരു പദം അതിലുണ്ട് എന്നതുകൊണ്ട് അത് ഒഴിവാക്കണമെന്നാണ് നമ്മുടെ നേരത്തെയുള്ളൊരു നിലപാട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദേശീയത അംഗീകരിക്കുന്നവരാണ്, മറിച്ച് എല്ലാ ദേശീയ ഗാനത്തെയും ദേശസ്നേഹത്തെയും അംഗീകരിക്കുന്നവരും അതിനെ വലിയ ബഹുമാനത്തോടുകൂടി കാണുന്നവരുമാണ്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അടിച്ചേൽപ്പിക്കൽ ഒരു ഫാസിസ്റ്റ് നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത്തരമൊരു ദുരുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. സംഘടന അതിൻ്റേതായ നിലപാട് യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കും. അല്ല, സുന്നി ഐക്യം പതിറ്റാണ്ടുകളോളം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വിഭജിച്ചത് ദൗർഭാഗ്യകരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികളൊക്കെ. ഏതെങ്കിലും സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുന്നികൾ ലയിച്ച് ചേരുക എന്ന് പറയുന്നത് സുന്നികളുടെ എല്ലാവരുടെയും ഒരു മനസാക്ഷി അറിയുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. ലയിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷ. അതിനുള്ള സംഘടനാപരമായ നേതൃത്വത്തിലിരിക്കുന്നവർ ചർച്ചകൾ നടത്തി അത് പരിഹാരമുണ്ടാക്കി ഒന്നിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഈ ലയനം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗർവാപ്പസി എന്നാണ്. കാരണം സംഘടനയിലേക്ക് തിരികെ വരണം, അത് തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. അല്ല, രണ്ട് സംഘടനയായി നിൽക്കുന്ന സമയത്ത് ഒന്നിന് മറ്റൊന്ന് വിധേയപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിക്കൊണ്ടും ചിലർക്ക് ഒരു അസ്പൃശ്യതകൾ ഉണ്ടാവും. അപ്പോൾ സമസ്ത പറയുന്നത് അവരെ പുറത്താക്കിയെന്നാണ്, അവർ പറയുന്നത് ഞങ്ങൾ ഇറങ്ങിപ്പോയവരാണ്, മറ്റ് സംഘടന ഉണ്ടാക്കിയവരെന്നാണ്. അത് ഇറങ്ങിപ്പോയതായിരുന്നാലും അല്ലെങ്കിൽ പുറത്താക്കിയതായിരുന്നാലും സാധ്യമാകുന്നത് പുറത്താക്കുന്ന ആളുകളെ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയവർ മടങ്ങി വരികയോ ചെയ്യുക എന്ന സാങ്കേതികത്വം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി. ആ നിലയിൽ രണ്ട് സംഘടനകളുടെയും നേതാക്കന്മാർ ഇരുന്നു കൊണ്ട് ഏതാണോ സാധ്യമായത്, ഇറങ്ങിപ്പോയവർ തിരിച്ചു വരികയാണോ, അതല്ലെങ്കിൽ അതൊരു സാങ്കേതികത. അന്ന് ഇറങ്ങിപ്പോയ ആളുകളിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വിട പറഞ്ഞു പോയവരാണ്. അന്ന് ഒഴിവാക്കി നിർത്തിയ ആളുകൾ നേതൃത്വത്തിൽ പലരും ഇന്ന് മരണപ്പെട്ടു പോയവരാണ്, അവരും വിട പറഞ്ഞു പോയവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാക്കി രണ്ട് സംഘടനകൾ ചർച്ച നടത്തി ഒന്നിച്ച് നിൽക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇരുവിഭാഗം ചർച്ചകൾ നടത്തി വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കറക്റ്റ്, സുന്നികൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സുന്നികൾ മാത്രമല്ല, മുസ്ലിം സംഘടനകൾ യോജിക്കാവുന്ന മേഖലയിലൊക്കെ തന്നെ ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. മതേതര സംഘടനകളൊക്കെ പരസ്പരം സഹകരിച്ച് പോകേണ്ടവയൊക്കെ തന്നെ പോകണം. രാജ്യം മൊത്തം നേരിടുന്ന ഒരു ഫാസിസ്റ്റ് ഭീഷണിയുണ്ട്. അതിനെ ചെറുക്കാൻ മതേതരത്വത്തിൻ്റെ സഹകരണം വേണം. മുസ്ലിം സംഘടനകളുടെ പൊതുവിശാലമായ പൊതു കാഴ്ചപ്പാടുകളിൽ ഐക്യം വേണം. സുന്നികൾ തമ്മിൽ ലയനം വേണം. ഇതിന് യാതൊരു സംശയമില്ല, ഇതുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാവേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പേരിലൊന്നുമല്ല കാന്തപുരത്തെ മാറ്റി നിർത്തിയത്, കാന്തപുരം വിഭാഗത്തെ മാറ്റി നിർത്തി. ഞങ്ങളത് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയി അവർ പറയുമ്പോൾ അതൊക്കെ മറ്റു വലിയ വിഷയങ്ങളാണ്. നമ്മളത് പറഞ്ഞിട്ടൊരു വ്രണപ്പെടുത്താൻ വേണ്ടി ഏതായാലും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. യോജിക്കാവുന്ന മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗനം പാലിക്കലും ആ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് മനസ്സിനത് മായ്ച്ച് കളയലുമാണ് കരണീയമെങ്കിൽ അങ്ങനെ തന്നെ മായ്ച്ച് നിൽക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമൊന്നും ഇവിടെ ഉയർന്നു വരുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ശേഷം സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളൊക്കെ വലിയ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ യോഗങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വം അദ്ദേഹം തന്നെ പങ്കെടുക്കുന്ന രീതിയുണ്ട്. മുമ്പ് ശിഹാബ് തങ്ങൾ വിളിച്ച യോഗത്തിലൊന്നും വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തങ്ങളൊക്കെ വിളിക്കുന്ന യോഗങ്ങളിലൊക്കെ വരികയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊരു ലയനത്തിൻ്റെയോ ഐക്യത്തിൻ്റെയോ ഒരു വഴി തന്നെയാണ് അതുകൊണ്ട് തുറക്കുന്നത്.
നടന്നിട്ടുണ്ട്. മാനസികമായി കൊണ്ടുള്ള പരസ്പരം സഹകരിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികപരമായ ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കപ്പെട്ട ലയിക്കാവുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായിക്കൊണ്ട് ലയനം വേണം. പക്ഷെ ഇവിടെ ലയനവും ഐക്യമൊക്കെ പറയുമ്പോഴും ഇവിടെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇതിൽ ബന്ധപ്പെടണ്ട എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇതിൽ സഹകരിക്കേണ്ട എന്നോ പറയുന്നത് വീണ്ടും ഒരു പിളർപ്പിലേക്കുള്ള ഒരു ധ്വനിയാണ്. അതുണ്ടാകാൻ പാടില്ല. സുന്നികൾ ലയിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബവും അതിൻ്റെ അവർ നിർവഹിക്കേണ്ട നേതൃത്വപരമായ പങ്ക് അവർ തന്നെ നിർവഹിക്കണം. അത് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് സമ്പൂർണ്ണ ലയനം ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രഖ്യാപനവും അതിനൊരു മധ്യസ്ഥനുമാവും ഉണ്ടാവേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ ഇന്ന് പാണക്കാട് വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. അദ്ദേഹത്തെ മധ്യസ്ഥനാക്കുകയോ ആക്കാതിരിക്കുകയോ അതൊക്കെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലയനം കേരള സുന്നികൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്നതല്ല. അവർ കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലയനമാണ് കേരളത്തിലെ സുന്നി കേരളം ആഗ്രഹിക്കുന്നത്.